ഹലോ ഫ്രണ്ട്സ്, എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ പുതിയൊരു മൂവിയുടെ അപ്ഡേറ്റാണ്. നമ്മുടെ നിതീഷ് സഹദേവ് പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാലിമി പോലൊരു സിനിമ എടുത്ത് നമ്മുടെ മലയാളക്കരയെ ഒന്നടങ്കം ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച ഒരു സിനിമ കൂടിയാണ് ആ ഒരു സിനിമ. അതിനുശേഷം അദ്ദേഹം ചെന്നത് തമിഴ്നാട്ടിലാണ്. നമ്മുടെ ജീവന് ശരിക്കൊരു ഉയർത്തെഴുന്നേൽപ്പൊക്കെ പറയുന്നൊരു സിനിമയായിരുന്നു. കാരണം കഴിഞ്ഞ ഈ പൊങ്കൽ സമയത്ത് എല്ലാ സിനിമകളും വരില്ല എന്ന് പറഞ്ഞ അവസാനം ജനനായകൻ വരാതായി. പിന്നെ അതിനുശേഷം വേറെ കുറേ സിനിമകൾ വന്നു. അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടി പറഞ്ഞ സിനിമ വന്ന് തലൈവർ തമ്പിത്ത അങ്ങനെ തലൈവരുന്ന് തലൈമേർ എന്താ അങ്ങനെ ടി ആണ്. ആ മൂവി വന്നു. ജീവൻ്റെ ഒരു അടിപൊളി കംബാക്കായിരുന്നു. മൂവി ഒരു അടിപൊളി സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് ആ പ്ലോട്ടുകൾ പലപ്പോഴും ഇവിടെ കണ്ട് ജാനമൻ സിനിമയിലെ കണ്ടൊരു പ്ലോട്ട് തന്നെയാണ്. പക്ഷേ നേരെ വേറൊരു പ്ലോട്ടായി കാണിച്ചു. കാരണം ഒരു പക്ഷം കല്യാണ വീട്, ഒരു പക്ഷം മരണ വീട്, അങ്ങനെ അത് ഗംഭീരമായൊരു കോമഡി സീനുകളും അത് ഗംഭീരമായ ജീവിയുടെ ഒരു തിരിച്ചു വരവും കൂടിയായിരുന്നു ആ സിനിമ. അദ്ദേഹമാണ് നമ്മളെ മമ്മൂട്ടി വെച്ച് വീണ്ടും ഇവിടെ മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ പോകുന്നത്. അതിനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോസ്റ്റർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ ഇവർ തന്നെ വന്നാണോ ഇനിയിപ്പോൾ ഫാൻ അയച്ചൊന്നുമല്ല, പക്ഷേ കാണാനൊരു അതിഗംഭീരമായിട്ടുണ്ട്. മമ്മൂട്ടി എന്ന വ്യക്തിനെ ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന നോക്കിയാൽ ആ ഒരു പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന രീതി തന്നെ ഒരു അടിപൊളിയായിട്ടുണ്ട്. കാരണം ഒരു രക്ഷയില്ല. കാരണം അങ്ങേര് ഏത് വേഷത്തിൽ വന്നാലും നമ്മളങ്ങോട്ട് തൃപ്തിപ്പെടുത്തും. അതിപ്പോൾ ഹീറോ എന്താ പറയുക, മറ്റേ ഒരുപാട് മോശം രീതിയിൽ വരണോ ആളാ വരും. ഏറ്റവും ഹൈടെക് ചോക്ലേറ്റ് ബോയ് വരണോ അതും സെറ്റാണ്. മമ്മൂട്ടി എന്ന വ്യക്തി ശരിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മറ്റാരേക്കാളും മുൻപിലാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം അതിനുവേണ്ടി പാകപ്പെടുത്തി വെച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെ അനായാസമായി ചെയ്യാൻ പറ്റുന്നത്. എന്തെന്നാലും ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ എന്താ പറയുക, ശരി ഈ സിനിമ ഒന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് കൊണ്ട് എടുത്തു കഴിഞ്ഞിട്ടില്ല, സിനിമ ഷൂട്ടിങ് പോലും തോന്നിയിട്ടില്ല. എന്നാലും സിനിമ വന്നാൽ മതിയായിരുന്നു തോന്നിപ്പോകുന്നു. കാരണം അത്രമാത്രം അതിഗംഭീരമായിട്ടുള്ളൊരു ലുക്കിലാണ് ആളുടെ ആ രണ്ടാമത്തെ ലുക്ക്. ഒന്നാമത്തെ ലുക്ക് എന്താണെന്ന് അറിയില്ല, ആളൊരു ഹൈടെക്കായി നിൽക്കുന്നു. എന്തായിരിക്കും ഇവർ തമ്മിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്ലോട്ടുകളൊക്കെ ഒരു വ്യത്യസ്തമാണ്. സത്യം പറഞ്ഞാൽ ഈ നിതീഷ് സഹദേവ് പറഞ്ഞ ആളുടെ സിനിമയിലെ ഒരു പ്ലോട്ടും അദ്ദേഹം കഥ പറയുന്ന രീതി, അദ്ദേഹം കഥ പറയുന്ന ഒരു പ്രസൻറ്റേഷൻ രീതി എല്ലാം തന്നെ വ്യത്യസ്തം. അതിൽ കൊണ്ടുവരുന്ന കാസ്റ്റിംഗ് ആണെങ്കിലും അടിപൊളി കാസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഏറെ അധികം പ്രതീക്ഷ വരാൻ കാരണം നിതീഷ് സഹദേവും ഇവരെ കൂടി വരുന്ന സിനിമ തന്നെ ആണ്. അപ്പോൾ അന്നേരം അതിൻ്റെ ഒരു പോസ്റ്റർ പറയുമ്പോൾ തന്നെ ഇപ്പോൾ കൗതുകങ്ങൾ കൊണ്ട് കൗതുകമായി മാറിയിരിക്കുകയാണ്. കാരണം മമ്മൂട്ടിനെ ഇങ്ങനെ ഒരു വേഷനിലേക്ക് ചിലപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം മുണ്ടെടുത്ത് ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടൊക്കെ ഉണ്ട് പലപ്പോഴും. നമ്മളിപ്പോൾ ഭീഷ്മിലാണെങ്കിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ഭീഷ്മിലൊരു പ്രത്യേക ലുക്കായിരുന്നു. പക്ഷേ ഇവിടെ താടി ഒരു നരച്ച് മുടി ഒരു അതിന് ഒരു മീഡിയം ലെവൽ നിർത്തി ഒരു കിടുക്കാച്ചി ലുക്കിൽ. കാരണം മീശ കറുപ്പി സെറ്റപ്പായിരുന്നു, നല്ല അടിപൊളി വാച്ചൊക്കെ ഇട്ട് സെറ്റപ്പായിരുന്നു. ആളൊരു തല്ലിപ്പൊളി ക്യാരക്ടർ ആയിരിക്കും. കാരണം എല്ലാതെ ഇമ്മായി വേഷം കിട്ടിയ ആൾ വരില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക പറയണത് മറ്റാരേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അങ്ങനെയൊന്നും ഇമ്പ്രസ് ചെയ്യിപ്പിച്ച് എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ പകുതി ആ സിനിമ വിജയിച്ചു എന്നാണ്. കാരണം മമ്മൂട്ടി ഒരാൾ ഈ സിനിമ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പകുതി ആ സിനിമ വിജയിച്ചു. കാരണം ആ ഒരു പ്ലോട്ട് കൊണ്ട് വ്യത്യസ്തനാണ് തെളിയിച്ചു. പിന്നെ അത് എടുത്ത രീതിയും അത് എങ്ങനെയാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നതൊക്കെ നമ്മളെന്താ പറയുക ഡയറക്ഷനിലാണ്. പിന്നെ അഭിനയിക്കുന്നതൊക്കെ പുള്ളിക്കാർ അഭിനയിച്ച് തകർത്തോളും, അതിലും വലിയ കാര്യമില്ല. അതൊക്കെ ആളുടെ കാര്യങ്ങൾ വളരെ വെടുപ്പായി ചെയ്യുകയും ചെയ്യും, കൂടെയുള്ളവന് വെടുപ്പായി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിലൊന്നും കാര്യമില്ല. കാരണം സിനിമയിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ മമ്മൂട്ടി ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഒരു പോസ്റ്റർ വന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഹൈ വോൾട്ടേജിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ വരനെ കാത്തിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഞാനും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം അത്തരം ഒരു വെറൈറ്റി സിനിമകളൊക്കെ നമ്മളെപ്പോഴും കാത്തിരിപ്പിനായി വേഴാമ്പൽ കാത്തിരിക്കുന്ന വേനൽ മഴയ്ക്കായി കാത്തിരിക്കുന്ന പോലെ നമ്മളും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കാത്തിരിക്കുന്നു. കാരണം അത്ര വെറൈറ്റിയാണ് സിനിമ. കാരണം കാശ് കൊടുത്താൽ മുതലാകും എന്നൊരു ഗ്യാരണ്ടിയാണ് മമ്മൂട്ടി എന്ന ക്യാരക്ടറുണ്ട്, മമ്മൂട്ടി എന്ന അഭിനേതാവിനോടുള്ള ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാകും. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പട്ടളം നമ്മളെ കണ്ട് വിസ്മയിപ്പിക്കും. അതിനുശേഷം നമ്മൾ എന്താണ് വാവ് എന്നൊരു ഫാക്ടറിയിലേക്ക് അദ്ദേഹം അറിഞ്ഞോ നമ്മളെ കൊണ്ട് എത്തിക്കും. അത് തന്നെ മമ്മൂട്ടി എന്ന സിനിമ കുറേ കാലമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് മമ്മൂട്ടിയുടെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നു. അതിലൊരു കഥാപാത്രം ഇനിയും ആവാനായി പോവുകയാണ് നമ്മുടെ സ്വന്തം ഈ ഒരു നിതീഷ് സഹദേവൻ്റെ സിനിമയുമായിട്ട് വരുമ്പോൾ.
എന്തായാലും മക്കളെ പടം തൂക്കുന്നില്ല, തൂക്കി എറിയും. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഫസ്റ്റ് ഷോ കാണാനായിട്ട് നിങ്ങളെപ്പോലെ ഞാനും വളരെയധികം ആകാംക്ഷയാണ്. സിനിമയായിട്ട് ഇനി മറ്റുള്ള ക്യാരക്ടർ ആരൊക്കെയാണ് ഈ സിനിമയിൽ മറ്റുള്ള ക്യാരക്ടേഴ്സ്, ഇനി എങ്ങനെയാണ് ഇതിൽ ഈ കഥേൻ്റെ രീതി, തമാശയാണോ, തമാശ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ലുക്ക് കാണുമ്പോൾ തമാശയും കോമഡിയും തമാശയും കുറച്ച് ഇച്ചിരി ഫൈറ്റും കുറച്ച് ഒരു ഡ്രാമക്കാരും ഇങ്ങനെ പോയാലും ഒരു സംഭവമായിരിക്കും. കാരണം നിതീഷ് സഹദേവൻ മൂവി പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും, ഒരു രസമായിരിക്കും. എന്തായാലും പടം ഒരു കിടുക്കാച്ചി ആവട്ടെ. കാരണം നല്ല നല്ല കാസ്റ്റിംഗ് ഒന്ന് ഈ സിനിമ ഒന്ന് ഹൈപ്പിച്ച് നിൽക്കട്ടെ. നമ്മളെല്ലാവരും തിയേറ്ററിൽ കാണില്ലേ, കാണും. കാരണം മമ്മൂട്ടിയാണ് വരാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പോകുന്ന ആരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റൊക്കെ വരും മക്കളെ. ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഓരോന്ന് വരുമ്പോൾ നിങ്ങളത് വളരെ പെട്ടെന്ന് തന്നെ കൂടി ഞാൻ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും ടേക്ക് കെയർ, എല്ലാവരും സ്റ്റേ ട്യൂൺ. എന്തായാലും നല്ലൊരു വീഡിയോ ആയി ഇനി അടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.